കത്തുന്ന വേനലിൽ കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോൾ കാട്ടാക്കടയിൽ ജല അതോറിറ്റിയുടെ പൈപ്പുകളിലൂടെ എത്തുന്നത് ചെളി കലർന്ന വെള്ളമെന്ന ആക്ഷേപം. കള്ളിക്കാട് പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം ചെയ്ത വെള്ളത്തിലാണ് ചെളി കലർന്നതായി പരാതിയുള്ളത്. നെയ്യാർ ഡാം കാളിപ്പാറ ജലശുചീകരണശാലയിൽ നിന്നുമാണ് കള്ളിക്കാട്, അമ്പൂരി, വെള്ളറട, ഒറ്റശേഖരമംഗലം, കാട്ടാക്കട, മലയൻകീഴ്, നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി തുടങ്ങിയ പ്രദേശങ്ങളിൽ കുടിവെള്ളം വിതരണം നടത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി പലപ്പോഴും കിട്ടുന്നത് ചെളി കലർന്ന വെള്ളമാണെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. വേനലായതിനാൽ ജലവിതരണത്തിന് അതോറിറ്റി ക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ചെളിവെള്ളം പൈപ്പുകളിലൂടെ എത്തുന്നത്. വെള്ളം സംഭരിച്ചു വെച്ച് തെളിഞ്ഞാൽ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുക. ഇത് പ്രാഥമിക കൃത്യം നിർവഹിക്കുമ്പോഴും രാവിലെ വിവിധ ആവശ്യങ്ങളിൽ പുറത്തിറങ്ങുന്നവരെയും വളരെയധികം ബുദ്ധിമുട്ടിലാഴ്ത്തുന്നു. ജലജീവൻ പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കിയ കള്ളിക്കാട് പോലെയുള്ള പഞ്ചായത്തുകളിൽ ജനങ്ങൾക്ക് പൈപ്പ് വെള്ളം മാത്രമാണ് ആശ്രയം. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കുടിവെള്ളത്തിൽ ചെളി കലരാൻ ഒരു സാധ്യതയുമില്ലെന്നും 2 മാസത്തിലൊരിക്കൽ ടാങ്കുകൾ ശുചിയാക്കാറുണ്ടെന്നും ജല അതോറിറ്റി കാട്ടാക്കട സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വത്സല പറഞ്ഞു. എന്തായാലും പ്രദേശവാസികളെല്ലാം വളരെയധികം ആശങ്കയിലാണ്.